ഓസ്ട്രേലിയയിലെ ഏറ്റവും പഴയ മാർക്കറ്റുകളിൽ ഒന്നാണ് മെൽബണിലുള്ള ഈ ക്വീൻ വിക്ടോറിയ മാർക്കറ്റ്. 1878 ഈ മാർക്കറ്റ് ആദ്യമായി ഓപ്പൺ ചെയ്തത്. ഇവിടെ തണുപ്പ് കാലമായാൽ എല്ലാ വെനസ്ഡേയും വൈകുന്നേരം 5 മണി മുതൽ 10 മണി വരെ ഒരു നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഇത് 3 മണിക്കും 4 മണിക്കും അടയ്ക്കും. അപ്പോൾ ഇന്ന് ആ നൈറ്റ് മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. പണ്ടത്തെ ടൈപ്പ് തൂണുകളൊക്കെയാണ് ഇവിടെ എപ്പോഴും ഉള്ളത്. ഇത് 18 കൊല്ലം, ഏത് കൊല്ലമായിരുന്നു നമ്മളെ 1878 മാർക്കറ്റ് ഉണ്ടാക്കിയപ്പോഴുള്ള അതേ തൂണുകളും ഒക്കെ എപ്പോഴും ഉള്ളത്. കാസ്റ്റ് അയൺ കൊണ്ടുള്ള തൂണാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും തുരുമ്പിടിച്ച് പോവില്ല. ഇതിപ്പോൾ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ഫുട്പാത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. മാർക്കറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ, നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ള എല്ലാ ഏരിയയും പിന്നെ 4 മണി 3 മണിയാകുമ്പോൾ അവർ ക്ലോസ് ചെയ്യും. ഈ മുമ്പിൽ കാണുന്നതൊക്കെ മാർക്കറ്റിൻ്റെ ബിൽഡിങ്സ് ആണ്. അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് മെൽബണിലെ പിന്നെ വലിയ വലിയ സ്കൈ സ്ക്രൈപ്പേഴ്സ് കാണാം. മാർക്കറ്റിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. എല്ലാം തുണികൊണ്ട്, അവരുടെ സാധനങ്ങളൊക്കെ തുണികൊണ്ട് കെട്ടി പൊതിഞ്ഞ് വെച്ചിട്ട് അവരൊക്കെ വീട്ടിൽ പോയി. ഇനി നാളെ 10 മണിക്ക് എങ്ങാണ്ട് തുറക്കുക, 3 മണി വരെ. ഇതാണ് നമ്മുടെ നൈറ്റ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. നമുക്ക് അകത്തേക്ക് പോവാം. Excuse me? Hang on, stop, whoa. Exit this way. കേട്ടോ. ഇത് കയറിയ ഉടനെ വലതുവശത്തുള്ള കുറേ സ്റ്റാളുകളിൽ നിറയെ ഭക്ഷണമാണ് അവർ വിൽക്കുന്നത്. ഭയങ്കര തിരക്കാട്ടോ, നിറയെ ആൾക്കാരാ. നമ്മുടെ നാട്ടിലൊരു ഉത്സവത്തിന് പോയ പോലെ ഉണ്ട്. ഫാൻസി ഫെയറി ഫ്ലോസ് ഉണ്ട്, മുഖക്കുള്ളത്. മുഖക്കുള്ള ഫെയറി ഫ്ലോസ് ഉണ്ട് അവിടെ. ഇതാണോ? ഇതോരോ ആൾക്കാരുടെ മുഖവും പിന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഫേസൊക്കെ ആയിട്ടുള്ള ഫെയറി ഫ്ലോസ്. നമ്മളെ നാട്ടിൽ മദാമത്തേപ്പ എന്ന് പറയുന്ന സാധനം. ഇവർ ഇതിനെന്താ ഫെയറി ഫ്ലോസ് എന്നല്ലേ പറയുന്നത്?
ഇവിടെ ഭയങ്കര പുകയാണല്ലോ. ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? വെൽക്കം ടു ദ ഫാമിലി. ലാമ്പ് ക്ലഫി ഷോ ഹല്ലോമി പോക്കറ്റ് എന്തൊക്കെയാ സാധനം? ഫെറ്റ ഒറിഗാനോ ചിപ്സ്. റോസ്റ്റ് പോർക്ക്, റോസ്റ്റ് ഫ്രൈഡ് ചിക്കൻ. വലിയൊരു ഫയർ പിറ്റിൻ്റെ മേലെ കുറേ പിന്നെ 3 തട്ടുള്ള അത് തൂക്കിയിട്ടിട്ട് അതിൻ്റെ മേലെ മുഴുവനും ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല തണുപ്പാണ് പുറത്ത്. ഒരു 4-5 ഡിഗ്രി ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഫയർ പിറ്റിന് മുമ്പിൽ ഇപ്പോൾ നല്ല ചൂട്. നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാമല്ലേ? എനിക്ക് തണുക്കുക. ഇത് മണൽ ചൂടാക്കിയിട്ട് അതിനകത്തൊരു കപ്പ് വെച്ചിട്ട് എന്നിട്ട് അവർ കോഫി ഉണ്ടാക്കുക. ഇതൊരു മുമ്പൊന്നും കാണാത്ത ടൈപ്പിലൊരു കോഫി മേക്കിംഗ് ആണല്ലോ. ടർക്കിഷ് കഫേ എന്നാട്ടോ അതിൻ്റെ പേര്. നമുക്കൊരു ടർക്കിഷ് കോഫിയും ടീയും കഴിക്കാമല്ലോ മോളെ. ഓക്കെ, നമ്മുടെ കോഫിയും ടീയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കോഫി, ഇതാണ് അതിലെ ഷുഗർ. എന്നിട്ട് ഇതിലിങ്ങനെ ടേസ്റ്റ് എടുക്കാം. പക്ഷെ ഭയങ്കര സ്ട്രോങ്ങാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കോഫി. ഇത് മറ്റേ ടർക്കിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ഷുഗറായിട്ട് ഉപയോഗിക്കണം ഇതിനകത്ത്.
ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കാണുന്നത് ഇവിടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇപ്പോൾ ഫ്ലോറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേസ്റ്റോ ഒരു കടലാസ് കഷ്ണങ്ങളോ ഒന്നും കാണുന്നില്ല. ഇവിടെ ഒരു ഗ്യാസ് വീട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഷോപ്പിൻ്റെ അടുത്ത്. അതല്ല അവിടെ പിന്നെ വേസ്റ്റ് ഇടാനുള്ള സാധനങ്ങളൊക്കെ പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ബിന്ന്. പിന്നെ അത് നല്ല റെഗുലറായിട്ട് ഒരാൾ മെയിൻറ്റെയിനും ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട്. അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റി അപ്പവും മാറ്റി പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ചിട്ട്. ഇവിടുത്തെ ആൾക്കാർ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനെ പറ്റി നല്ല ബോധവാന്മാരാണ്. അതുകൊണ്ട് എല്ലാ വേസ്റ്റും അവർ ഈ ബിന്നിലിട്ടോളും. പിന്നെ ഇവിടെ നിലത്തൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇടയ്ക്ക് ചെറിയൊരു കടലാസ് കഷ്ണമൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. ഇവിടെ നടുക്കൊരു ഫയർ പ്ലേസ് വെച്ചിട്ടുണ്ട്. ഇതിനടുത്ത് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കാം കുറച്ച് നേരം. ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. അതിനാണിത് വെച്ചിരിക്കുന്നത്. ഫയർ പ്ലേസ് ഒന്ന് അവിടെ ഉണ്ടതാ, ഒന്ന് അപ്പുറത്തും ഉണ്ട്. കുറേ എണ്ണം ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതൊരു ഫയർ പ്ലേസ് അത് അവിടെയും ഉണ്ടതാ. അപ്പോൾ ഇവിടെ ഇതുകൊണ്ടല്ലോ ഒരു ആസ്ട്രോളജി ഒരാളവിടെ നിന്നിട്ട് ഒരു പിന്നെ കാർഡൊക്കെ നിരത്തി വെച്ചിട്ട് ഫലം പറയുന്നുണ്ട്. ഒരു പാവം മുടിയൊക്കെ നിറച്ച ഒരു വയസ്സായ മനുഷ്യൻ അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അയാളുടെ പറയുന്ന എല്ലാ വിഡിത്തരങ്ങളും കേട്ട് വിശ്വസിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. മോള് കുറേ കസ്റ്റം നമ്പർ പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഹോൾ സെക്ഷൻ ഇവിടുത്തെ AFL അതായത് ഓസ്ട്രേലിയൻ ഫുട്ബോൾ ലീഗിൻ്റെ ടീംസിൻ്റെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അവരുടെ പേരാണ് കാണുന്നത് മുഴുവനും. ഇവിടെ സൂപ്പ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ ഹോട്ടലിൽ പാരഗണിൽ കിട്ടുന്ന അതേപോലത്തെ ഈ ബ്രെഡിനകത്ത് പിന്നെ ഇങ്ങനത്തെ ബ്രെഡ് നടുക്ക് മുറിച്ചിട്ട്, അതായത് നമ്മളെ ഒരു തേങ്ങയുടെ ഷേപ്പിലുള്ള ബ്രെഡ്, അതിൻ്റെ മേലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ ഈ കരിക്കിൻ്റെ പോലത്തെ ഉള്ളിലൊരു ഹോളമായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതിനകത്ത് സൂപ്പ് നിറച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. ഓരോ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ടല്ലേ. നല്ല വലിയ ക്യൂ ആണ് ഇതിൻ്റെ മുമ്പിലുള്ളത്. നേരത്തെ ആ ഹുവർ ഹൂപ്സ് കളിച്ച് അമ്മച്ചി കിട്ടിയ പൈസയൊക്കെ അത് എണ്ണി പോക്കറ്റിലിടുന്നുണ്ട്. പാവം.
ഇവിടെ നമ്മളൊരു ഓട്ടോറിക്ഷ പോലത്തെ സാധനം നിർത്തിയിട്ടിട്ട് കോഫി വെക്കുന്ന ശരിക്കും ഒരു ഓട്ടോറിക്ഷ തന്നെയാണല്ലോ അല്ലേ? നോക്ക്, ഫ്രണ്ടിലൊരു വീലും ബാക്കിൽ 2 വീലും. അവിടെ എന്താ ഒരു ഡ്രംസിൻ്റെ ഒക്കെ വെച്ചേക്കുന്നേ. ശരിക്കൊരു നല്ലൊരു ഉത്സവ പ്രതീതി കേട്ടോ ഇവിടെ. ഈ മെൽബണിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. ഏതായാലും ഇത് കുറച്ച് ദിവസം, ഒരു 2-3 ആഴ്ചയുണ്ട് ഈ പരിപാടി ഇവിടെ, എല്ലാ ബുധനാഴ്ചയും. ഇത് സൈലൻറ്റ് ഡിസ്കോ എന്ന് പറഞ്ഞ പരിപാടിയാണ്. നമുക്ക് പാട്ട് കേൾക്കില്ല, പക്ഷെ അവരുടെ ചെവിയിൽ ഒരു പ്രത്യേക ടൈപ്പ് ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരേ പാട്ട് അവർക്കെല്ലാവർക്കും കേൾക്കാം. ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ചിട്ടാണ് അവർ ഡാൻസ് ചെയ്യുന്നത്. നടുക്കൊരു നീല ഉടുപ്പിട്ടിട്ട് ഒരാൾ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. നീല പാൻറ്റും ടീഷർട്ടും. അയാളുടെ താളത്തിനനുസരിച്ചിട്ടാണ് എല്ലാവരും കൈയും കാലൊക്കെ പൊക്കുന്നത്. ഇതെന്താ ജ്വല്ലറി ഷോപ്പാണോ? മുമ്പിലിരിക്കുന്ന ഈ ചെറിയ കൊച്ചിൻ്റെ പിക്ചറാണ് അയാൾ അവിടെ ഇരുന്ന് വരയ്ക്കുന്നത്. The next thing you do is get her up across the middle. Just like that. I said, what do you do about the knot? They said, well, we hadn't gotten that far yet. I said, well, that doesn't look very magical to me. So I thought, being a magician, maybe I could move the knot or get rid of the knot or, just kind of get it out of the way for right now and put it over there. Would that be okay? That's still a little odd because now I got, it's still too close to the middle for me. So I thought, maybe I can move that knot all the way down to there and nobody ever noticed it. That leaves me a bit of a problem. Now I got money in here and I got 3 in here. That's a little bit weird. ഇയാള് മാജിക്കിന്റെ ഓരോ ട്രിക്സ്, അതിന്റെ സീക്രട്സ് പറഞ്ഞു തരാം നമുക്ക്. Then it's not, and that's when people applaud because that was good.
game of golf like this is dislocate your shoulders. Now this is something I learned while traveling through Venice. Anybody ever been to Venice? Well, in Venice, it told me it takes 7 7. I was never have to be rude to the lady, okay? Now, Allie, I'm going to teach you the ancient mystery of Chinese linking rings of death and destruction. Okay, there's no real death or destruction, but that sounds a whole lot better than 40 old linking rings, right? Now, what we're going to do is very simple. We're going to use 4 rings. We got 1, 2, 3, 4 rings. That's all we need is with it. If you take that ring, please, make sure that ring is solid, that there are no gaps and no holes. Try to pull it apart, try to push it together. Guys, the only thing I actually ask in my show is that everybody move up to the red rope, because I don't want to block off Messino or Japanese kimono. And I want to make sure that everybody in the back can get through. That way I'm not being rude, okay? There we go. Thank you, guys. Appreciate it. Allie, did you notice any gaps in that ring? Did you notice any holes in that ring? Well, of course, that one, without that one, this just doesn't work, okay? Allie, I'm going to move my table back just a bit so everybody will be able to up and out tightly like Nana trying to drive. There you go. Well, my Nana, anyway. Kind of like there. Now, my job as a magician is a little weird, okay? My job is to put this hole through that hole. Now, that makes no sense, but welcome to my world. Now, I'm going to give it a clink. Now, don't worry, I'm not going to hit you. It just makes a loud noise. That ring goes on just like that. Now, if you let go, I give it a spin, and they'll applaud because that was good. They'll applaud because, you can't applaud like this and hurt yourself. And sir, with your hands in your pocket, you will really hurt yourself if you try to applaud. Now, Allie, it goes on with a clink, right? The way it comes off is very simple. You hold it right here, you blow on it, it comes off just like that, okay? Now stand right here next to me, Allie. Face the audience, I don't trust them. Hold up your right hand. Right hand, there you go. And hold on to those rings. Now when I count to 3, Allie, I want you to drop one ring, but hold the other. If you drop both, you hit your foot, so don't do that, okay? Now folks, when Allie does this, I want everybody to applaud. Let her know she's doing a good job, because hey, good video, lady. Here you go, on the count of 3. 1, 2, 3. That was awesome! And none of these people applauded. You're okay, because you're holding food. Now, Allie, I don't want people to talk just like that. Pop that ring on your elbow, pop that one in the hand, pull that one forward, it goes on like that. That's right, give it a spin, and they'll applaud because now, Allie, this one gets really hard, so I'm going to reach through that ring, let you hold on to that cup, I'll take the ring, let you stand next to these lovely kids right here. Allie, this is the ancient mystery of the Chinese ring. Oh, you step behind them so they'll still be able to see, okay? Allie, this is the ancient mystery of the Chinese Lincoln rings. ഓ ഇതാണോ ഡച്ച് പാൻ കേക്ക് ഇതിൻ്റെ വേറെന്താ പിന്നെ അതിൻ്റെ എന്താ ക്രീമോ ഓ ഡച്ച് പാൻ കേക്ക് വിത്ത് ക്രീം ആൻഡ് ചോക്ലേറ്റ് സോസ് കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ട് കേട്ടോ